നഖങ്ങൾ പറയുന്നുണ്ടല്ലോ, നഖങ്ങൾ 18 നഖം അത്യുത്തമം എന്നാണ് പറയുന്നത്. 20 നഖമുള്ള ആനകൾ ഉണ്ടായിട്ടെന്നുള്ള കഥകൾ പറയുന്നുണ്ട്. 18 വളരെ ഉത്തമം. 16 നഖങ്ങളുള്ള ആനയെ സാധാരണ 16 നഖം ഉണ്ടെങ്കിൽ കൂട്ടാന വാഴില്ല, വേറെ ആനയുണ്ടെങ്കിൽ അത് വാഴില്ല, അങ്ങനെ പലതും പറയും. അപ്പം അതുകൊണ്ട് 17 നഖമുള്ളതുണ്ട്, അതും വളരെ മോശമെന്ന് പറയും. 16 നഖമുള്ള ആനകളാണ് പക്ഷെ ഏറ്റവും സുന്ദരന്മാരായ കേരളത്തിലുള്ള ആനകൾ. ഒരുപാട് ആനകളുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള. ആനയിലെ നിങ്ങളെ പോലത്തെ താര രാജാക്കന്മാർ അല്ലെ? അവര് ഈ വാല് നിലത്ത് തൊടാൻ പാടില്ല അങ്ങനെ? അതെ, വാല് നിലത്തടിച്ച് പോയി കഴിഞ്ഞാൽ അത് മൂദേവിയാണെന്ന് പറയും. വരുന്നത് തൂത്തുവാരി കൊണ്ടുപോകും. ഓ, അത് ശരിയാ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ വാല് നിലത്തഴിയെന്ന് പറയും. വാലില് അതിന്റെ അറ്റത്ത് വരുമ്പോൾ മടക്ക് വരരുതെന്ന് പറയും. ഓ, ശരി. അങ്ങനെ വന്നാൽ അത് ആന വെള്ളത്തിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കും, മുതലാളിയെ കൊല്ലും, അങ്ങനെയുള്ള പല. അതെ. ഇപ്പൊ ഒരു ആക്ടർ എന്നുള്ള എനിക്ക് താങ്കൾ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ ധാരാളം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ആനപ്പുറത്ത് കയറിയിരിക്കുമ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താ? അല്ല, അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളൊരു വാഹനത്തിൽ കയറി നിൽക്കും, പല ക്രൈൻ ഷോട്ട് മുകളിൽ കയറും ഇറങ്ങും വരും. പക്ഷെ ആനപ്പുറത്ത് കയറി സഞ്ചരിക്കുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആനപ്പുറത്ത് കയറിയതിന്റെ ഒരുപാട് ത്രില്ല് ജീവിതത്തിലുണ്ട്. എൻ്റെ കുട്ടിക്കാലത്താണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കോടനാട് ആനക്കൂട്ടിൽ അവിടെ തന്നത്തെ താപ്പാന ഉണ്ടായിരുന്നു, രവീന്ദ്രൻ എന്ന് പറയുന്നത്. ആ താപ്പാനയുടെ മുകളിൽ ആദ്യമായിട്ട് കയറിയ ഒരു ത്രില്ല്, ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയതിന്റെ ലോകം കീഴടക്കിയ ഒരു ഫീലിംഗ്. അതെ, അന്ന് തൊട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ് ഷീലാമ്മയോടൊപ്പം മനസ്സിനക്കരെ എന്നുള്ള സിനിമ ചെയ്തപ്പോൾ. എൻ്റെ ആന തന്നെയായിരുന്നു അതിൽ. അപ്പോൾ ഷീലാമ്മ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ആനപ്പുറത്ത് ഇങ്ങനെ കയറണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ആ ആഗ്രഹം ചേച്ചി ഇന്ന് സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സീൻ സത്യേട്ടൻ വെച്ചു. അങ്ങനെ ഷീലാമ്മ ആനപ്പുറത്ത് കയറി. ഞാൻ ഷീലാമ്മയോടൊപ്പം, അതായത് കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായക നടനോടൊപ്പം കണ്ടിരുന്ന ഷീലാമ്മയെ പിൽക്കാലത്ത് നേരിട്ട് കാണാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഷീലാമ്മയോടൊപ്പം ഒരു ആനപ്പുറത്ത് കയറി അങ്ങോട്ട് പോയപ്പോൾ ലോകം കീഴടക്കിയ പോലെ എനിക്ക് തോന്നി.